വേണ്ടിട്ട് കുറച്ചൊരു പാട്ട് പാടണം പ്ലീസ്. അയ്യോ ഞാൻ ഇപ്പൊ പാടൂല കേട്ടാ. എന്താ കാര്യം? കഴിഞ്ഞ വർഷം തെങ്ങറോള ദേവീക്ഷേത്രത്തിന്റെ ഗാനമേളയിലൂടി എന്റെ പാട്ട് ഉണ്ടായിരുന്നു. ദിവസം പാടി. ഓ എന്നാ ജാസി ഗിഫ്റ്റ്. ഓ അങ്ങനെ ലക്ഷാദി പാട്ടല്ലേ ഞാൻ കയറി പുളന്ന് പാടിയത്. ശരി പാടി. ഓ മുറ്റം കയ്യടിയായിരുന്നു. ഭയങ്കര കൈയടിയായിരുന്നു. ഓ കയ്യടി 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 കയ്യടി. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കൈ കൊണ്ടാണ് കാലും കൊണ്ടാണ് എന്തരൊക്കെ പുല്ല് വാരിയിട്ട് അടിക്കാൻ എന്താ അറിയും. ഒരുപാട് കിട്ടി. പിന്നല്ലാതെ എന്റെ കൂടെ ഒരു പയ്യൻ വന്ന് പറയാണ് നീ ലക്ഷാദി പാട്ട് ഒന്നുകൂടെ പാടാന്ന്. എന്റെ പറഞ്ഞു അങ്ങോട്ട് പാടേന്ന് പറഞ്ഞു. പാടാൻ പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം പാടി, 2 പ്രാവശ്യം പാടി, 3 പ്രാവശ്യം പാടി. അവസാനം ഒരു നരിച്ചില് പൈല ഒന്ന് എന്റെ കൂടി പറയാണ് നീ പാടി ശരിയാക്കിട്ട് ഇറങ്ങി പെയ്യാതെ എന്ന്. പാട്ട് നന്നായിരുന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോ 3 പയ്യന്മാരൊന്നും എന്നെ മാനിയാറ്റ് തലക്കെടുത്തോണ്ടങ്ങ് പെയ്യൂട്ട് ഇടിക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇടിച്ചൊന്നുമില്ല. നേരെ കൊണ്ടുപോയി ദേവീരെ മുമ്പ് കൊണ്ടങ്ങ് ഇരുത്തി. ഞാൻ വിചാരിച്ച് നേരിട്ട് ദർശനം കിട്ടാനായിരിക്കും. അമ്മനെ കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞ് 2 കൈ അങ്ങോട്ട് നീട്ടിപ്പിടിക്കാൻ. ഞാൻ വിചാരിച്ച് പൈസ എന്ന് പറഞ്ഞുകൂടായിരിക്കും. കണ്ണടച്ച് തുറക്കുമ്പോ 2 കൈയിലും അമ്മ 5 കിലോ കർപ്പൂരം എഴുതിട്ടാൻ കത്തിച്ച്. എന്നിട്ട് ദേവിയെ കൊണ്ട് ആനയിടാൻ പറഞ്ഞു ഇനി ഏരിയയിലെ നിന്നെ കണ്ടോ അല്ലെന്ന്. അതോടെ പാട്ടൊക്കെ നിർത്തി. പക്ഷെ എന്നെ അടിച്ചമാരെല്ലാം ഞാൻ നോക്കി വെച്ചിരുന്നു. എല്ലാവരും നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. അന്ന് രാത്രി തന്നെ ഞാൻ ടീമുകൾ അയച്ചു പോയി അവന്മാരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് തെറ്റ് അവന്റെ ഭാഗത്തായാലും ശരി തന്നെ ഞാൻ ചെന്ന് മാപ്പ് ചോദിച്ചു. അങ്ങോട്ട് മാപ്പ് ചോദിച്ചു. എനിക്ക് ഇറങ്ങി നടക്കണ്ടേ. ഞാൻ പറഞ്ഞു എന്നാ എന്നെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വെരട്ടി വിട്ടാ മതി, ഞാൻ ഏല വഴി പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കോംപ്രമൈസ് ചെയ്തു. പക്ഷെ ഉഗ്രം വിട്ടെന്തെന്നറിയാം, ഇത്രയും പേരോട് എന്നെ അടിച്ചെനക്ക് അമ്മേണ ഒരടി പോലും ഞാൻ പിറകോട്ട് പോയില്ല. അതെന്താ കാര്യം? മതിൽ ചേർത്ത് വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തന്നെ പുല്ല് പുറകോട്ട് പോണേ? മുന്നടുത്ത് കള്ള സമയന്മാരെ അവന്മാര് തന്നില്ലെന്ന്. കണ്ണിച്ചോറില്ലാത്തമാര് കംപ്ലീറ്റ് എയറിലല്ലേ. ഞാൻ പറഞ്ഞ എന്നാ ഞാൻ നിക്കറൂടെ പുറത്തിട്ടോട്ടെ. സമ്മതിച്ചില്ല. കൈ അഴിച്ചപ്പെട്ടിട്ട് പോയി. അവരൊക്കെ ഡീസന്റ് തന്നെ. അയ്യോ മരുതി കാറില് AC കാറിൽ തന്നെ എന്നെ പ്രോഗ്രാമിന് വിളിച്ചോണ്ട് പോണേ. വിളിച്ചോണ്ടു തിരിച്ചു പഴയല്ല തന്നെ ആംബുലൻസ് വിട്ടി തരും.